ചലച്ചിത്ര സംവിധായകൻ വിജീഷ് മണിയുടെ മാരുതി കാർ കത്തിച്ച നിലയിൽ പുലർച്ചെയാണ് സംഭവം. വിജീഷിന്റെ തൃശൂർ മുതുവട്ടൂരിലെ വീട്ടിൽ അജ്ഞാതർ അതിക്രമിച്ചു കടക്കുന്നതിന്റെ വാഹനത്തിൽ തീയിടുന്നതിന്റെയും CCTV ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു സംഭവം. സാനുവാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുക. ചലച്ചിത്ര സംവിധായകൻ വിജീഷ് മണിയുടെ മാരുതി ജിംനി കാറാണ് അജ്ഞാതർ തീയിട്ടു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു സംഭവം. വിജീഷിന്റെ തൃശൂർ മുതുവട്ടൂരിലെ വീട്ടിൽ അജ്ഞാതർക്ക് അതിക്രമിച്ചു കടന്നാണ് തീയിട്ടത്. സാനു ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകുവാനായി. സാനു, ഏത് സാഹചര്യത്തിലാണ്, എന്ത് കാരണമാണ് ഇത്തരത്തിലൊരു അക്രമം ചെയ്യാൻ പിന്നിലുണ്ടായത്? ഹരിശ്രീ, കാര്യങ്ങളൊന്നും വ്യക്തമല്ല, അതിന്റെ കാരണങ്ങളും വ്യക്തമല്ല. എന്തായാലും ഇന്ന് പുലർച്ചെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പറയുന്നത് വളരെ വേഗത്തിൽ ഈ വീട്ടിലേക്ക് രണ്ടുപേർ കടന്നു വരുന്നു. അതിനുശേഷം ഈ വാഹനത്തിലേക്ക് പെട്രോൾ ഒഴിച്ച് തീയിടുകയായിരുന്നു എന്നാണ് ഈ നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് ഈ കാറിന് തീ കത്തുന്ന വിവരം ഈ വിജീഷിന്റെ ബന്ധുക്കളും അതേപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട ആളുകളും ഒക്കെ അറിയുന്നത്. ഈ വിജീഷിന് മറ്റാരെങ്കിലുമായിട്ട് വൈരാഗ്യം ഉണ്ടായിരുന്നോ, മുൻ വൈരാഗ്യം ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിലൊക്കെ പോലീസിന്റെ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. കാറ് ഭാഗികമായിട്ടാണ് കത്തി നശിച്ചിട്ടുള്ളത്. ഈ എന്തെങ്കിലും മോഷണത്തിനെത്തിയവരാണോ ഇത് ചെയ്തതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് സംശയമുണ്ട്. എന്നാലും വിഷയത്തിൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നു. CCTV അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. ഇപ്പോൾ പോലീസിന് പ്രാഥമികമായിട്ട് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ രണ്ടു പേർ ഈ തീയിട്ടതിന് ശേഷം, വാഹനത്തിന് തീയിട്ടതിന് ശേഷം റോഡിലൂടെ ഓടി മറയുന്ന ഭാഗം മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ആളെ വ്യക്തമായിട്ട് കാണാനൊന്നും സാധിക്കുന്ന തരത്തിലുള്ള CCTV ദൃശ്യങ്ങളല്ല കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലെ ഇവർ ഓടിപ്പോയ വഴികളിലെ അടക്കം പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ അടക്കം ശേഖരിച്ചുകൊണ്ട് ഒരു കുറ്റമറ്റ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തുന്നതിനുള്ള നീക്കമാണ് പോലീസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. യെസ്, വ്യക്തമാണ്. സാനു ആണ് തൃശ്ശൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകിയത്.